എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിച്ച വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ച ഒരു അടിപൊളി രാജ്യമായിരുന്നു ഈജിപ്ത് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് ആ ഒരു ഈജിപ്തിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളും കാഴ്ചകളൊക്കെ ഒന്ന് പങ്കുവെക്കണം എന്ന് തോന്നി. അപ്പോൾ ഈജിപ്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഈജിപ്ത് പോകണം എന്നുള്ള എൻ്റെ ഒരുപാട് കാലത്തൊരു ആഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് അവിടെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പണ്ട് മുതലേ ആഗ്രഹിച്ചൊരു സംഗതിയാണ് ഈജിപ്ത് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ പെട്ടെന്നായിരുന്നു എൻ്റെ ഈജിപ്ത് പോകാനുള്ള പ്ലാൻ. ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഒരു ആക്സിഡൻ്റലി എനിക്ക് ഇങ്ങനെ ഒരു പ്ലാൻ തോന്നി. അങ്ങനെ പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള പ്ലാനാണ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ജസ്റ്റ് എന്താ പറയുക, കൊച്ചി ടു അല്ല, അന്ന് കൊച്ചി ഇത്തിരി ടിക്കറ്റ് റേറ്റ് ഇത്തിരി ഹൈ ആയിരുന്നു. പോരാത്തതിന് എനിക്ക് അഹമ്മദാബാദ് ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഡൽഹി വഴി പോകാമെന്ന് തീരുമാനിച്ചു. ഡയറക്റ്റ് അങ്ങോട്ടില്ല. അന്ന് പോയത് ഞാൻ ദുബായ് വഴിയായിരുന്നു, അബുദാബി വഴിയാണ് പോയത്. എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളൊക്കെ ആയിട്ടാണ് ആ ഒരു ഈജിപ്ത് യാത്ര ഉണ്ടായിരുന്നു. ഡൽഹി ടു ദുബായ് ടു അബുദാബി ടു ഈജിപ്ത് ആയിരുന്നു, കൈറോ ആണ്. പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നത് എന്ന് പറയുമ്പോഴേ ഈജിപ്തിലോട്ട് പോകുമ്പോൾ ഒട്ടും പ്രിപ്പയർഡ് അല്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ. ഞാൻ എൻ്റെ അടുത്ത് റൂം ബുക്കിംഗ് ഉണ്ടായിരുന്നില്ല, ഷോ മണി ഉണ്ടായിരുന്നില്ല. ആക്ച്വലി അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു 50,000 എങ്ങാണ്ട് ഷോ മണി വേണമെന്നാണ് തോന്നുന്നത്. അങ്ങനെയല്ല, അങ്ങനൊരു ഇതുണ്ട് തോന്നുന്നു. കാരണം ഇപ്പോൾ ചിലരിനൊക്കെയാണ് ചോദിച്ചിട്ട് ആ ടൈമിൽ സെറ്റാക്കിയവരൊക്കെ ഉണ്ട്. എൻ്റെ കയ്യിൽ ജസ്റ്റ് 1000 സംതിങ് റുപ്പീസ് അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അതിനെക്കുറിച്ച് ഒന്നാമത് ബോധേഡ് അല്ലായിരുന്നു. പിന്നെ അവിടെ എത്തിയിട്ട് നമുക്ക് കാര്യങ്ങൾ, അവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് അങ്ങനെ പോകാനുള്ള പ്ലാൻ. അബുദാബി വഴിയുള്ള കണക്ഷൻ ഫ്ലൈറ്റാണ് എമിറേറ്റ്സിൻ്റെ. ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല അങ്ങോട്ട്, ഒക്കെ കണക്ഷൻ ഫ്ലൈറ്റാണ് ഉള്ളത്. എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു. നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ. അതുപോലെ തന്നെ ഏകദേശം ഇവിടെ നിന്ന് നമുക്ക് 9 മണിക്കൂർ, ആ 9-10 മണിക്കൂറൊക്കെ മതി ഇവിടെ നിന്ന് അങ്ങോട്ട് യാത്ര ചെയ്യാൻ. അങ്ങനെ ഞാൻ അബുദാബി എത്തിയപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സ് വിളിക്കുന്നത്. അവിടെ അങ്ങനെയാണ് അവർ വരുന്നത് എൻ്റെ അടുത്ത്. കാരണം കറൻസിയും കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് ലൊക്കേഷനൊന്നും അറിയില്ലായിരുന്നു. ഞാൻ അവിടെ എത്തിയിട്ട് അങ്ങനെ പോകാനുള്ള പ്ലാനായിരുന്നു. അങ്ങനെ ഈജിപ്തിലെത്തിയപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ വിളിക്കാൻ വന്നു. എൻ്റെ കൂടെയാണ് ഞാൻ പോകുന്നത്. ഫസ്റ്റ് ഇത് എയർപോർട്ടിലെ ന്യൂ കൈറോയിലാണ്. ന്യൂ കൈറോ എന്ന് പറയുമ്പോൾ കുറച്ച് നമുക്കൊരു ദുബായ് പോലത്തെ ഫീലും സംഗതികളൊക്കെ കിട്ടും. അവിടെ ഞാൻ പോയിട്ട് ഓൾഡ് കൈറോയിലാണ് ആക്ച്വലി അവിടേക്ക് സ്റ്റേ ചെയ്യുന്നത്. ഞാൻ അവിടെ നിൽക്കാൻ നമ്മുടെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, പാരമ്പര്യ ഈജിപ്ത് അഥവാ പുരാതന കാലത്ത് ഈജിപ്ത് എങ്ങനെയാണോ അതുപോലെ നിർത്തിയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ തന്നെ കാണാൻ കഴിയും ഒരുപാട് പുരാതനമായിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ്. ഫുള്ള് പഴയ വണ്ടികൾ, ഒരു വണ്ടിപ്രാന്ത്. നമ്മളെ ആൾക്കാരൊക്കെയാണ് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. കാരണം പഴയ വണ്ടികളൊക്കെ ഇങ്ങനെ നിർത്തിയിരിക്കണം, അതിങ്ങനെ ഓട്ടണൊക്കെ കാണാൻ കഴിയും. ഭയങ്കര രസമാണത്. ഞങ്ങൾ നേരെ റൂമിലേക്ക് പോകുമ്പോൾ അവരെനിക്ക് ഫസ്റ്റ് മേടിച്ചതെന്ന് അവിടുത്തെ കരിമ്പ് ജ്യൂസായിരുന്നു. അവിടുത്തെ കരിമ്പിനെ കുറിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയിട്ട് 4 മാസം കണ്ട് നിന്നിട്ടുണ്ടായിരുന്നു. ആ നിന്ന ടൈമിലൊക്കെ ഞാൻ എല്ലാ ദിവസവും ഓൾമോസ്റ്റ് മിക്ക ദിവസങ്ങളിൽ ഞാൻ കരിമ്പ് കുടിക്കാറുണ്ട്. കാരണം നമ്മുടെ നാട്ടിലത്തെ ഏകദേശം അവിടുത്തെ 5 ഗിനി എന്നാണ് പറയൽ, അഥവാ 5 പൗണ്ട്. അവിടുത്തെ കറൻസി എന്ന് പറയുമ്പോൾ ചെറിയ വാല്യൂ കൂടുതലുണ്ട്. ഒരു ഇന്ത്യനേക്കാളും ഒരു 60 പോയിൻറ്റ് 70 പോയിൻറ്റ് ഇൻക്രീസ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. പക്ഷെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലക്കുറവാണ്. അങ്ങനെ നമ്മുടെ നാട്ടിലത്തെ ഒരു 8 രൂപയ്ക്ക് വരുള്ളൂ കരിമ്പ് ജ്യൂസ്. മാത്രമല്ല അവിടുത്തെ കരിമ്പിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റ്. അവർ വേറെ എന്തോ ആഡ് ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല, പാലൊക്കെ ആഡ് ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റ് ഇവിടുത്തെ കരിമ്പ് ജ്യൂസ് പോലെയല്ല. ഇമാം ഷാഫി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ കരിമ്പ് ജ്യൂസിനെ കുറിച്ചിട്ട്. കരിമ്പിൻ്റെ മധുരം ഇല്ലായിരുന്നെങ്കിലാണ് മിസ്ർ നിൽക്കില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം അവിടുത്തെ കരിമ്പ് അത്രത്തോളം ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റിയാണ്. അങ്ങനെ നമ്മൾ നേരെ അവിടുത്തെ ഓൾഡ് കൈറോയില അവിടുത്തെ ഇതിലാണ് പോകുന്നത്. അവിടുത്തെ ഓൾഡ് കൈറോ എന്ന് പറയുമ്പോൾ നമ്മുടെ ചിലപ്പോൾ ഒരു നോർത്തിലേക്ക് നമുക്ക് ഫീൽ ചെയ്യാം, ഒരു ഗില്ലിയൊക്കെ ആയിട്ട് വികസനങ്ങളൊന്നും അല്ല. പക്ഷേ ആക്ച്വലി അതൊരു ബ്യൂട്ടിയാണ്, ആ ഒരു പഴയ ഒരു തനതായ കൾച്ചറിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഓട്ടോറിക്ഷകളൊക്കെ കാണാൻ കഴിയും, തെരുവ് കച്ചവടങ്ങളൊക്കെ കാണാൻ കഴിയും. അങ്ങനെയൊക്കെ ഒരു മനോഹരമായിട്ടുള്ളൊരു ചുറ്റുപാടായിരുന്നു. പക്ഷേ അത് ശരിക്കും ഞാനൊരു ഇമാജിനുള്ള ഒരു ബിയോണ്ടായി ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചകളായിരുന്നു അതൊക്കെ.